ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് എഗ്ഗും ബ്രെഡും വെജിറ്റബിൾസും എല്ലാം വെച്ച് അടിപൊളി ടേസ്റ്റിലൊരു ബ്രെഡ് സാൻഡ്വിച്ച് റെഡിയാക്കാം. ഇതിനായിട്ട് നമുക്ക് ആദ്യം ബ്രെഡ് സ്ലൈസസ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിനായി ഇപ്പോൾ ഒരു പാൻ വെച്ച് ചൂടായി വന്നതിലോട്ട് ഗീയോ ബട്ടറോ നമുക്ക് ആദ്യം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഓരോ ബ്രെഡ് സ്ലൈസസായി വെച്ച് നമുക്ക് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ 4 ബ്രെഡ് സ്ലൈസസും ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ടുള്ള ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കാം. ഞാനിവിടെ ഒരു കുക്കുംബർ ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. കുക്കുംബറിനുള്ള സീഡ്സ് ഒന്ന് കളഞ്ഞതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കണം. 2 ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു സവാള ചോപ്പ് ചെയ്ത് വെച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 3 എഗ്ഗ് കട്ട് ചെയ്ത് വെച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ബോയിൽ ചെയ്തതിന് ശേഷം ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്ത് വെച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഒരു ബൗൾ എടുത്തിട്ട് ഇതിലോട്ട് നമുക്ക് മയോണൈസ് ചേർത്ത് കൊടുക്കണം. വെജിറ്റബിൾസിൽ മിക്സ് ചെയ്ത് കൊടുക്കാനുള്ള മയോണൈസാണ് ചേർത്ത് കൊടുക്കുന്നത്. 3 ടേബിൾ സ്പൂൺ മയോണൈസാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിലോട്ട് ഇനി വെജിറ്റബിൾസും എഗ്ഗും കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മയോണൈസിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം. ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ കെച്ചപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ബ്രെഡിൽ വെക്കാനുള്ള ഫില്ലിംഗ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ബ്രെഡിലോട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. ആദ്യം നമുക്ക് ഇതിലോട്ട് മയോണൈസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫില്ലിങ്ങും കൂടെ ഇതിലൊന്ന് വെച്ച് കൊടുക്കണം. ഇപ്പോൾ ഇതിന് മുകളിൽ ഒരു ബ്രെഡ് സ്ലൈസും കൂടെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത ശേഷം ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന സാൻഡ്വിച്ചാണ്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫീഡ്ബാക്ക്സ് ഉണ്ടെങ്കിൽ അറിയിക്കാനും മറക്കരുത്. താങ്ക് യു.